ഔട്ട്സൈഡ് വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ട ബസലിക്കയുടെ. ഇനിയും നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ബസലിക്കയിലേക്കുള്ള വഴിയും അതാണ്. ബസലിക്കയാണ് അത്. ഈ ജസ്റ്റ് സൈഡ് വ്യൂ ഇത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ബസലിക്കയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതിലേക്കുള്ള ഒത്തിരി എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ വൺ ഓഫ് ദി എൻട്രൻസസ്. ഇതിൻ്റെ ഒരു സൈഡിലൂടെയുള്ള ഒരു എൻട്രൻസ്. ഒത്തിരി വിശുദ്ധന്മാരുടെ വലിയ ക്യാൻവാസുകളൊക്കെ അവിടെയുണ്ട്. ത്രേസ്യയുടെ പാരൻസ്. ഇവിടെയാണ് സാധാരണ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളൊക്കെ നടക്കുന്നത്, ഇൻസൈഡ്. അതുപോലെ തന്നെ അത് സാധാരണ 5 മണിക്കാണ് ആരാധനയും അതിനോടുള്ള പ്രദക്ഷിണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എത്ര വലുതാണത്! ഒരു അണ്ടർഗ്രൗണ്ട് ബസലിക്കയാണ്. നടുക്കായിട്ട് ഓൾട്ട്. ഒരു മിനിമം 1,00,000 പേരിൽ ഒരു സമയത്തിരിക്കാം, അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും വലിയ ഒരു ബസലിക്കയാണ്. ഈ ബസലിക്കയുടെ വേറൊരു എൻട്രൻസിലൂടെ വെളിയിലേക്ക് പോവുകയാണ്. ഇതുപോലെ തന്നെ ഒത്തിരി സയൻസിൻ്റെ ഒത്തിരി പിക്ചേഴ്സൊക്കെ ക്യാൻവാസൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ലൂർദിലെ അണ്ടർഗ്രൗണ്ട് ബസലിക്ക. വലിയ വലിയ ഇവൻറ്റുകളൊക്കെ അതിൻ്റെ അകത്താണ് നടക്കുന്നത്. അപ്പോൾ ടോർച്ച് ലൈറ്റ് പ്രൊസഷൻ അത് ഈവനിങ് 9 മണിക്ക്, ഇവിടുത്തെ ഫ്രാൻസ് ടൈമിൽ 9 മണിക്കാണ്. അപ്പോഴാണ് ധാരാളം പേഷ്യൻസൊക്കെ ആയിട്ട് മാതാവിൻ്റെ രൂപമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സെയിൻറ്റ് ബെനഡിക്റ്റയുടെ വീടിൻ്റെ ഒരു വീഡിയോയും, പിന്നെ ഈവനിങ്ങിൽ നടക്കാൻ പോകുന്ന യൂക്കറിസ്റ്റിക് പ്രൊസഷൻ്റെയും, അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റ് പ്രൊസഷൻ ഇതിൻ്റെയാണ്. പിന്നെ സെയിൻറ്റ് ബക്കിത്ത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു ലൂർദിൽ നിന്ന്. ഞാൻ ഈ കാണുന്ന വേറൊരു എൻട്രൻസ് വഴി ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ലോങ് ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. മദർ തെരേസയുടെ ഇറങ്ങാൻ നേരം നോക്കിയപ്പോൾ തിരിഞ്ഞറിയും മദർ തെരേസയുടെയാണ്, സെയിൻറ്റ് മദർ തെരേസയുടെ കുറിച്ച്. അപ്പോൾ
ലൂർദിൽ നിന്നും മാനുവൽ സൺ ഓഫ് ജോസഫ് ആൻഡ് മേരി. പ്രൈസ് ലോർഡ്. ആവേ മരിയ.